ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം യൂബർ ടാക്സി ഓടിക്കാൻ പോയ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ യൂബർ ടാക്സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതായത് യൂബർ എന്ന കമ്പനിയുടെ ആപ്ലിക്കേഷനിൽ നമ്മളെ വാഹനം രജിസ്റ്റർ ചെയ്ത് ഓടുന്നതാണ് യൂബർ ടാക്സി. അതിൽ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെരുമാറ്റം നല്ലതായിരിക്കണം. രണ്ടാമത്തെ നിയമം വൃത്തി വേണം, വാഹനം വൃത്തി വേണം. പിന്നെ അത് പോയിട്ട് അടുത്തത് ലേഡീസിൻ്റെ അടുത്ത് മാന്യമായി പെരുമാറുക. പിന്നെ കസ്റ്റമറിനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. കാര്യം അവരെ ശല്യം ചെയ്ത് ഇങ്ങനെ മിററിൽ കൂടെ നോക്കുക, സൈഡ് മിററിൽ കൂടെ നോക്കുക, ഇപ്പുറത്തെ മിററിൽ കൂടെ നോക്കുക. പിന്നെ അവരെടുത്ത് അനാവശ്യമായി സംസാരിച്ച് സമയം വേസ്റ്റാക്കുക, അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുള്ളതാണ് യൂബർ ടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പാലിച്ച് യൂബർ ടാക്സി ഓടാൻ പറ്റും. ഒരു കസ്റ്റമർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. ഈ യൂബർ ടാക്സി നമ്മൾ ഒരാളെ പിക്കപ്പ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർ അയച്ചു കൊടുക്കും. നമ്മുടെ പെരുമാറ്റത്തിൽ എത്ര സ്റ്റാർ കൊടുക്കാം എന്നൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ എനിക്ക് മിക്കവാറും എല്ലായിടത്തുനിന്നും 5 സ്റ്റാറൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ 3, 2 ഒക്കെ അയക്കും. അത് ഓരോരുത്തരുടെ മനോഭാവം വെച്ച് ഞാൻ ആരുടെ സംസാരിക്കുന്നില്ല. വണ്ടി കയറ്റിയിട്ട് ഇറക്കാനുള്ള സ്ഥലത്തെത്തും, പൈസ വാങ്ങിക്കും, ഞാൻ എൻ്റെ പാടിന് പോകും. ആണായാലും പെണ്ണായാലും ഉണ്ടല്ലോ. എൻ്റെ ടാക്സിയിൽ കൂടുതലും ലേഡീസാണ് എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്. കാര്യം ജെൻസിനെ കുറവാണ് കിട്ടിയിട്ടുള്ളത്. കാര്യം ഞാൻ ടെക്നോ പാർക്കിൻ്റെ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ കൂടുതലും ലേഡീസാണ് അതിൽ കയറുന്നത്. എയർപോർട്ടിൽ നിന്നും ലേഡീസാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീകളാണ് ഇത് ബുക്ക് ചെയ്ത് പല സ്ഥലങ്ങളിലും പോകാൻ ശ്രമിക്കുന്നത്. കാര്യം അവരെ സുരക്ഷയാണ് അവർ നോക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീകൾ ഇത് ബുക്ക് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഒരു ടാക്സി സെൽഫായിട്ട് വിളിച്ച് പോകാൻ പേടി ഉള്ളത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇതാവുമ്പം കുറച്ച് നിയമാവലികളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ്. അതൊക്കെ വെച്ച് അവർക്ക് എങ്ങനെ വേണം മൂവ് ചെയ്യാൻ പറ്റും. മറ്റത് ഇപ്പം ഒരുത്തൻ പിടിച്ചുകൊണ്ട് പോയി, ഇപ്പോൾ ഒരാളുടെ ഒരുത്തൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി അവൻ മോശമായിട്ട് പെരുമാറി, കേസ് കൊടുത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ഉടനെ പോലീസ് എഴുതി കയറ്റി അവൻ മാനസിക രോഗിയാണെന്ന്. അപ്പോൾ ഇതിലങ്ങനെ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് നിയമാവലികളുണ്ട്. മാനസിക രോഗികളാരും ഇത് അക്സെപ്റ്റ് ചെയ്ത് ഓടാൻ തയ്യാറാവില്ല. മാനസിക രോഗം ഇല്ലാത്തവർക്ക് മാത്രമേ ഇതിൽ അക്സെപ്റ്റ് ചെയ്ത് ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടാക്സിയെ വിളിക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും പെട്ടെന്ന് നിയമപരമായിട്ട് പോകാൻ പറ്റും. ഞാൻ ഈ വണ്ടി ഓടിയ സമയത്ത് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞുതരാം. ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഓട്ടോക്കാരെന്ന് പറയുന്നത് ഫ്രണ്ടിൽ വന്ന് വെട്ടിത്തിരിച്ചൊക്കെയാണ് പോകുന്നത്. പിന്നെ 2, ബസ്സുകാർ, പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ബസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പോണവർ എങ്ങനെയെങ്കിലും ഒതുക്കി പൊയ്ക്കോളണം, ഇടിച്ച് കയറിയാണ് പോകുന്നത്. പിന്നെ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. വൈകുന്നേരം ആകുമ്പം സിഗ്നലുകളെല്ലാം അങ്ങ് ഓഫ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഓട്ടം വരുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് ആളിനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കൂടുതലായിരിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് അവർ ക്യാൻസൽ ചെയ്തിട്ട് പോകും. പിന്നെ ചിലർ ഫോൺ എടുക്കില്ല. അങ്ങനെയൊക്കെ കുറേ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇങ്ങോട്ട് കയറിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് നല്ല കമ്പനി അടിച്ചൊക്കെ സംസാരിച്ച് നമ്മളോടൊക്കെ മാന്യമായിട്ടൊക്കെ കമ്പനി അടിക്കും. കാര്യം അവർക്ക് മിണ്ടാതിരിക്കുന്നത് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. എന്ന് വെച്ചാൽ പേരെന്താണ്, വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കും. തിരിഞ്ഞ പോലും നോക്കാറില്ല. ഞാൻ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് നിന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നവരുടെ ഞാൻ സംസാരിക്കും കേട്ടോ. മിണ്ടായിരിക്കുന്നവരുടെ അടുത്ത് ഞാൻ മിണ്ടാതെ തന്നെ ഇരിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ സ്പീഡിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയും. ചിലർക്ക് സ്പീഡിൽ പോകുന്നതാണ് ഇഷ്ടം, ചിലർക്ക് സ്പീഡ് കുറച്ച് പോകുന്നതാണ് ഇഷ്ടം. രാത്രിയൊക്കെ കൂടുതലും ലേഡീസാണ് വന്ന് കയറുന്നത് കേട്ടോ. ലേഡീസ് വന്ന് കയറുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതായത് രാത്രി അവർക്ക് ധൈര്യമായിട്ട് യൂബർ ടാക്സിയിൽ കയറി പോവാം. ഇപ്പം ഇന്നലെ തന്നെ കണ്ടില്ലേ, ഒരു ഓട്ടോ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം എന്തുകൊണ്ടും സേഫ്റ്റി യൂബർ ടാക്സി ആണെന്ന് പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ യൂബർ ടാക്സി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരും. ഞാൻ ഒരു ദിവസം 3000, 4000, 5000 രൂപയ്ക്കൊക്കെ ഓടാറുണ്ട്. എനിക്ക് 30% കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഞാൻ ഓടുന്നത്. അതായത് 1000 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ 300 രൂപ കിട്ടും.
ഞാൻ മാക്സിമം 5000 രൂപയ്ക്ക് വരെ ഓടാറുണ്ട്. പിന്നെ പിന്നെ ഞാൻ പേഴ്സണലായിട്ട് ആരുടെ കാര്യവും അധികം തിരക്കാറില്ല. എൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വണ്ടി കയറുന്നവർ സംസാരിക്കുമ്പോഴും അവരെന്ത് ചോദിച്ചാലും ഞാൻ ആവശ്യമുള്ള മറുപടിയേ പറയാറുള്ളൂ. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ആൾക്കാരുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പെരുമാറും. മോശമായിട്ട് ആരും ഇതുവരെയായിട്ടും പെരുമാറിയിട്ടില്ല. എൻ്റെ വാഹനത്തിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. സിനിമാ നടിമാർ കയറിയിട്ടുണ്ട്, പാട്ടുകാരികൾ കയറിയിട്ടുണ്ട്, പിന്നെ പാട്ടുകാരന്മാർ വന്നിട്ടുണ്ട്, നടന്മാർ കയറിയിട്ടുണ്ട്. പിന്നെ ടെക്നോ പാർക്കിലൊക്കെ നല്ല വലിയ കമ്പനികളിലൊക്കെ നല്ല നല്ല പൊസിഷനിലിരിക്കുന്ന ലേഡീസ്, അതുപോലെ തന്നെ ജെൻസും എല്ലാം വന്ന് എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റാർ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ യൂബറിൽ നിന്ന് നമുക്ക് തിരിച്ച് മെയിലായിട്ട് വരും. നമുക്ക് എത്ര സ്റ്റാർ കിട്ടുന്നു എന്നൊക്കെ നമുക്ക് മെയിലായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് യൂബർ ടാക്സിയുടെ ഒരു പ്രത്യേകത. ഒരു സാധാരണ ആളിന് ജീവിക്കുക ഇതൊക്കെ മതി. പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ കഞ്ചാവ് വിറ്റുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാര്യം അവർക്ക് കഞ്ചാവ് വിൽപ്പനയിൽ കൂടെ പ്രത്യേകിച്ച് പൈസ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. മാന്യമായി ഒരു ചെറുപ്പക്കാരന് ജീവിക്കാൻ പറ്റിയതാണ് ഒരു വാഹനം. അത് ഓട്ടോറിക്ഷ ആയാലും കാറായാലും അതെടുത്തു കഴിഞ്ഞാൽ ആരുടെയും മുന്നേ കൈ നീട്ടാതെ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് അതൊക്കെ ഒരു കുറച്ചിലാണ്. കാര്യം ഇപ്പോഴത്തെ യുവതലമുറയിലെ പയ്യന്മാർക്കും പെൺപിള്ളേർക്കൊക്കെ ചില ജോലികളൊക്കെ ചെയ്യുന്ന കുറച്ചിലാണ്, ചില ആൾക്കാരോട് സംസാരിക്കുന്ന കുറച്ചിലാണ്. ഞാനൊരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറയടാ നിൻ്റെ വീട്ടിൽ ആസ്തി ഉണ്ടല്ലോ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു വണ്ടി ചേട്ടാ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്, അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഞാനും BA എക്കണോമിക്സാണ്, ഞാൻ ടാക്സി ഓടാൻ പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് സ്റ്റാറ്റസ് നോക്കി ജോലി ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ഒരിടത്തും എത്താൻ പോകില്ല. മാന്യമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ് യൂബർ. പിന്നെ നമ്മളെ തിരുവനന്തപുരം സിറ്റിയിൽ റിസ്ക്കാണ്. മര്യാദയ്ക്ക് കുറച്ച് ക്ഷമയോടെയൊക്കെ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഓട്ടം കിട്ടും, കാശ് കിട്ടും, അന്തസ്സായിട്ട് ജീവിച്ച് പോകാൻ അത് മതി. മാന്യമായിട്ടുള്ള വരുമാനം, ഒരു ദിവസം ഒരു 1500 രൂപയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വല്ലവരുടെയൊക്കെ തെറി വിളി കേട്ട് വല്ല സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് നിന്ന് സമയം മെനക്കെടുന്ന നേരത്ത് ഇതൊരു നല്ല വരുമാനമാണ്. അല്ലെങ്കിൽ നമ്മൾ തെറിവിളി കേൾക്കാത്ത സ്റ്റാൻഡേർഡായിട്ടുള്ള ജോലി കണ്ടെത്തണം. അല്ലാതെ തെറിവിളി കേൾക്കുന്ന എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ചില സ്ഥാപനങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഓണർമാരെ വായിരിക്കുന്നതും കേട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പല ബുദ്ധിമുട്ടുകളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വാഹനം ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടാക്സി എടുത്തിട്ട് ഓടുന്നത് നല്ലതായിരിക്കും. പിന്നെ എൻ്റെ അനുഭവങ്ങളിൽ ഇനി ഒരുപാട് പറയാനുണ്ട്. കാര്യം അധികം വലിച്ചു നീട്ടുന്നില്ല. ഈ വാഹനം ഓടിക്കുമ്പോൾ പല ആൾക്കാരുടെ അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ അടുത്ത് സന്തോഷമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോരോ ജീവിത പ്രശ്നങ്ങളാണ്. അവരവരുടെ ജീവിത പ്രശ്നങ്ങൾ തേടിപ്പോകുന്നു. ചിലർ നമ്മളടുത്ത് പലതും ഷെയർ ചെയ്യും, ചിലർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. യൂബർ ടാക്സി ഓടുമ്പോൾ നമുക്ക് പല ജീവിതങ്ങളും പല അനുഭവങ്ങളും നമ്മൾ കണ്ടു നേരിട്ടു. ട്രാഫിക്കാണ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും പ്രശ്നം. ഒരു നല്ല റോഡില്ല എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരെല്ലാം വലിയ വർത്തമാനങ്ങൾ പറയുന്നേ ഉള്ളൂ, പക്ഷെ ഒരു നല്ല റോഡില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. രാവിലെയും വൈകുന്നേരവുമാണ് കൂടുതലും ഓട്ടം കിട്ടുന്നത്. ആ സമയത്ത് തിരക്കും കൂടുതലാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടി ജയിച്ചു പോകുന്നു. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.